ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വരെ വന്നത് നമ്മുടെ കൂളി പ്രൊമോഷന് വേണ്ടി വന്ന 2 മണിക്കൂറിന് മേലെ ഇന്റർവ്യൂ വന്നായിരുന്നു ലോകേഷിന്റെ. അതിൽ എൽസുവിനെ കുറിച്ചും നമ്മുടെ ലിയോനെ കുറിച്ചുമൊക്കെ പുതിയ പുതിയ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് എൽസുവിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ശ്രദ്ധിക്കാം. കൂളി എൽസു അല്ല എന്നും ഒന്നും കൂടി ഒഫീഷ്യലി പറഞ്ഞു ലോകേഷ്. പക്ഷെ ബെൻസ് എൽസു ആണെന്നും പറഞ്ഞു. പക്ഷെ ബെൻസ് ചിത്രം സക്സസ് ആയാൽ മാത്രമാണ് അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നെക്സ്റ്റ് യൂണിവേഴ്സ് സിനിമകൾ വരിക. പക്ഷെ ബെൻസ് പടത്തിൽ എൽസി കണക്ഷൻ ഒരുപാട് ഉണ്ടാകുമെന്നും പറഞ്ഞു. അതുപോലെ ഒരു ഫീമെയിൽ സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറിന്റെ സ്റ്റോറി കൂടി എഴുതുന്നുണ്ട്. അതായത് എൽസിയിൽ വരാൻ പോകുന്ന ഒരു സ്ട്രോങ് ഹീറോയിൻ ക്യാരക്ടർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ കൈദി 2 കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇനിയാണ് മെയിൻ അപ്ഡേറ്റ് പറയാൻ പോകുന്നത്. കൈദി 2 എൽസിയിൽ നിന്നുള്ള എല്ലാ പടത്തിൽ നിന്നുള്ള ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. വിക്രം, ലിയോയിൽ നിന്നും ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ കൈദി 2 വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിക്രമിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാൽ ലിയോയിൽ മെയിൻ ക്യാരക്ടേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ടോട്ടിൽ 1 സുബ്രഹ്മണി, പാർത്ഥിവന്റെ പെറ്റ്, 2 GVMന്റെ ക്യാരക്ടർ, 3 ആന്റണിനാസ്, സഞ്ജയത്തിന്റെ ക്യാരക്ടർ നന്നായി യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആന്റണിനാസിന്റെ ക്യാരക്ടർ ഒരുപക്ഷെ ദില്ലിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ പോകുന്നതിന്റെ നമ്മുടെ ആന്റണിനാസ് കണക്ഷൻ ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലിയോ, വിക്രം എന്നിവയിൽ നിന്ന് ഒരു സ്ട്രോങ് കണക്ഷൻ കൈദിറ്റിയിലുണ്ട്. അതുപോലെ ലിയോയുടെ ഫ്ലാഷ് ബാക്ക് ഫേക്ക് ആണെന്നാണ് ലോകേഷ് പറയുന്നത്. ഫേക്ക് എന്നല്ല, അത് മൻസൂർ അലിഖാന്റെ പെർസ്പെക്റ്റീവ് ആണെന്ന്. നുണയും പറയാം, ചിലപ്പോൾ സത്യവും ഉണ്ടാകും. പക്ഷെ അത് കൃത്യമല്ല. എന്നാൽ ആ ഫേക്കായ ഫ്ലാഷ് ബാക്കിന് പോലും ഇനിയും ലെങ്തർ ആയിരുന്നു എന്ന് ലോകേഷ് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂറിന്റെ മേലെ പടം പോകുന്നതുകൊണ്ട് അത് തിയേറ്റർ ഷോസ് കുറയും. അതുകൊണ്ട് ചുരുക്കിയാണ് ഫ്ലാഷ് ബാക്ക് കാണിച്ചതെന്ന് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഫ്ലാഷ് ബാക്കിന്റെ അടുത്ത് നിന്ന് 15 മിനിറ്റ് അടുത്ത് കട്ട് ആയിട്ടുണ്ടാവും. പിന്നെയും വേറെ ഒരുപാട് കട്ടിങ്സ് ലിയോയിലുണ്ട്. സെൻസർ കട്ടിങ് അല്ല ഉദ്ദേശിക്കുന്നത്, ഡയറക്ടേഴ്സ് കട്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ നെക്സ്റ്റ് കൈദി 2 ലിയോനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആഡ് ചെയ്തിട്ട് ഒരു ബസ് സീൻ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വിജയുടെ സീക്വൻസുകളും മുൻപ് എടുത്തതായതുകൊണ്ട് കൈദി 2 വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും കൈദി 2 ഇപ്പോഴേ ഭയങ്കര ഹൈപ്പാണ്. ഒന്നും കൂടി ഹൈപ്പ് കൂടാനുള്ള ഇതൊക്കെ അപ്ഡേറ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. ഒരു താഴെ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് കൊള്ളായിരുന്നു. ഇന്ന് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.